റാഗിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ കുറച്ച് റാഗി വാങ്ങിച്ചു, കഴുകി ഉണക്കിയെടുത്തതാണ്. അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ റാഗി വലിയ വിലയൊന്നുമില്ല, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് ഇതുപോലെ കഴുകി ഉണക്കി പൊടിച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുമ്പോൾ അത് എന്തൊക്കെ കെമിക്കൽ അതിലടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് നമ്മൾക്ക് വിശ്വസിച്ച് നമുക്ക് ആ വീട്ടിൽ പൊടിച്ച് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 ചെറിയ വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അതുപോലെ ഇട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയുവാനും അതുപോലെ വണ്ണമുള്ളവർക്ക് വണ്ണം കുറയുവാനും ഒക്കെ റാഗിപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങൾ വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ആർക്ക് വേണേലും കഴിക്കാൻ പറ്റുന്ന വളരെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മൾ റാഗി കൊണ്ടുണ്ടാക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് പൾസ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പം ഞാൻ ഒരു 3-4 സെക്കൻഡ് പൾസ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ നമ്മളിട്ട ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ റാഗിപ്പൊടിയും കൂടിയാണൊന്ന് പൾസ് ചെയ്തെടുത്തത്. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഞാനൊരു സോസ് പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടില്ല. നമ്മൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസ് കത്തിക്കാം, അല്ലെങ്കിൽ അത് നമ്മളുടെ സോസ് പാന് കേടാണ്. അതുകൊണ്ട് തന്നെ ഏത് കപ്പിനാണോ പൊടിയിട്ടത് ആ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നമ്മൾക്ക്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അത് ഇപ്പം ശരിക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ റാഗിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ആ പൊടി ആ ചൂടുവെള്ളത്തിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് റാഗിക്കുള്ളത്. ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയുവാനും വണ്ണമുള്ളവർക്ക് വണ്ണം കുറയുവാനും അതുപോലെ തന്നെ നല്ല നിറം കിട്ടുവാനും സ്കിന്ന് നല്ല സ്മൂത്തി ആകുവാനും അതുപോലെ മുടി കൊഴിച്ചിൽ കുറഞ്ഞ് നല്ല കരുത്തുള്ള മുടി ഉണ്ടാകുവാനും ഒക്കെ, അതുപോലെ കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ല ഉറക്കം കിട്ടുവാനും ഒക്കെ നമ്മൾ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കും ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും എല്ലുകളുടെ പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ റാഗി വളരെ നല്ലതാണ്. അതുപോലെ വിറ്റാമിൻ ഡിയുടെ ഒരു നാച്ചുറൽ സോഴ്സ് തന്നെയാണ് നമ്മളുടെ റാഗി. ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു തണ്ട് കറിവേപ്പില
അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അത് വലുതായിട്ട് കിടക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിനുശേഷം എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 പച്ചമുളക് ഇട്ടാൽ മതി. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാനിപ്പോൾ 2 പച്ചമുളക് ഇടുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്കൊരു 3ഓ 4ഓ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് നന്നായിട്ട് ആ പൊടിയിൽ നമ്മളുടെ ഈ വെജിറ്റബിളൊക്കെ അതുപോലെ സവോളയും നമ്മളുടെ ക്യാരറ്റും അതുപോലെ മല്ലിയിലയും വേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് ആ പൊടിയിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടിയിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഒരു പരത്താവുന്ന വിധത്തിൽ നമുക്ക് കുഴച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു ഇലയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് പൊടിയെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ആ ഇലയിൽ, ആ വാഴ ഇലയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം. ഒത്തിരി കനമില്ലാതെ, എന്നാൽ ചെറിയൊരു കനത്തോടു കൂടി തന്നെ നമ്മൾക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. പൊടിയില്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലെയൊക്കെ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. വട്ടത്തിലോ അതുപോലെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലോ ഒക്കെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വളരെ കനം കുറച്ച്, എന്നാൽ കുറച്ച് കനത്തിലും കൂടിയാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് ഒരു ഷേപ്പിലാക്കി അതിനുശേഷം നമ്മൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. ചൂടായ നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തി കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഇല ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു 3-4 സെക്കൻഡ്. അതിനുശേഷം നമ്മൾക്ക് ഇല പതുക്കെ ഒന്ന് പൊക്കി ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഈ നെയ്യോ ബട്ടറോ എണ്ണയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പുരട്ടി കൊടുക്കാം. പക്ഷെ ഞാൻ ഒന്നും എണ്ണയും നെയ്യും ഒന്നും പുരട്ടി കൊടുക്കുന്നില്ല. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. എണ്ണയും നെയ്യൊക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ വെജിറ്റബിളും സവോളയും എല്ലാം ഇട്ടേക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചേക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മൊരിച്ചെടുത്തു ഞാൻ. ഇത്രയും മതി. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഇലയിൽ എണ്ണ സ്വല്പം തൂകിയതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി കയ്യിൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളത്തിൽ ഒന്ന് തൊട്ട് നമുക്ക് പരത്തിയെടുക്കാം. വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തുവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാനിങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ വെച്ച്
ഒരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് നേരത്തേതുപോലെ തന്നെ പാനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ ആ ഇല അങ്ങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾക്ക് മുരിച്ചെടുക്കാം. അങ്ങനെ ഞാനെല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള, വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു അടയെന്നോ പത്തിരി, ഇലയടയെന്നോ ഇലപ്പത്തിരിയെന്നോ എന്ത് വേണേലും വിളിക്കാം. വളരെ ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല, നമ്മൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കറി ആവശ്യമുണ്ടെങ്കിൽ ചമ്മന്തിയോ വല്ലതും ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾക്ക് വെജിറ്റബിളൊക്കെ ഇട്ടത് കൊണ്ട് വളരെ ടേസ്റ്റായിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ റാഗി കൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക.